നമസ്കാരം കേട്ടാ. ഡൽഹിയിൽ നടന്ന പ്രതിഷേധ സമരങ്ങൾ നടത്തിയ പാർട്ടി പാർട്ടിക്കാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും എന്തുകൊണ്ട് ജാർഖണ്ഡിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന PSCക്കെതിരെയുള്ള അവിടുത്തെ സർക്കാരിനെതിരെയുള്ള സമരത്തിൽ പങ്കാളികളാകുന്നില്ല? എന്തുകൊണ്ട് കേരളത്തിൽ ഈ PSC വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിൽ ഭാഗവെക്കാവുന്നില്ല? അപ്പം അവർക്ക് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. അവർക്ക് വിദ്യാർത്ഥികൾക്ക് നീതി നേടിക്കൊടുക്കുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം ഡൽഹിയിലാണ്, ജന്തർ മന്ദറിലാണ്. അവിടെ എന്തുണ്ടായാലും അവിടെ മാത്രമേ ഇടപെടൂ. കാരണം അവിടെയാണ് ഭരണസിരാകേന്ദ്രം കുടികൊള്ളുന്നത്. ആ ഭരണസിരാകേന്ദ്രത്തിനെ തച്ചുടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും എന്നതിനുള്ള തെളിവല്ലേ ഇവരുടെ ഈ ഇരട്ടത്താപ്പ്. ദേശീയ ചാനലായ റിപ്പബ്ലിക് ചാനൽ പുറത്തുവിട്ടിരിക്കുന്ന വിവരമനുസരിച്ച് അമേരിക്കയിലെ ജോർജ് സോറോസ് എന്ന 40 രാജ്യങ്ങളിലെ ഭരണാധികാരികളെ അട്ടിമറിച്ച് ഭരണം നഷ്ടപ്പെടുത്തി അവിടെ പാവ സർക്കാരിനെ കൊണ്ടുവന്ന് അമേരിക്കയിലുള്ള ജോർജ് സോറോസിനെ പോലുള്ളവരുടെ പണം പറ്റിക്കൊണ്ട് ഇവിടെ നടത്തുന്ന പ്രതിഷേധമാണ് ഇത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമല്ലേ? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർ ജാർഖണ്ഡിൽ പോകുന്നില്ല, കേരളത്തിലേക്ക് വരുന്നില്ല, സമരം ചെയ്യുന്നില്ല, പ്രതിഷേധിക്കുന്നില്ല? അപ്പൊ ഇവരുടെ ലക്ഷ്യം മോദി സർക്കാരിനെ താഴെ ഇറക്കുക, ജോർജ് സോറോസിന്റെ നിർദ്ദേശമനുസരിച്ച് അവരുടെ കയ്യിൽ നിന്ന് പണം പറ്റിക്കൊണ്ട് പകരം അമേരിക്കയ്ക്കൊപ്പം തുള്ളുന്ന ഒരു പാവ സർക്കാരിനെ, ഒരു കഴുത സർക്കാരിനെ കൊണ്ടുവരിക. ആ കഴുത ആരാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. കഴുത സർക്കാരിനെയാണ് കൊണ്ടുവരേണ്ടത്. കാര്യം അവർ പറയുന്നതിനപ്പം ചലിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു സർക്കാരിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം.